പരിശുദ്ധ നാഗരികഭാവങ്ങളിൽ അഭിമന്യ സഹോദരന്മാരെ, വേദിയിലും സദസ്സിലുമുള്ള സഹോദരി സഹോദരന്മാരെ, സന്യസ്ത സഹോദരിമാരെ, വൈദിക ശ്രേഷ്ഠരെ, 4 മണിക്ക് ആരംഭിച്ച യോഗം ഇപ്പോൾ ഇത്രത്തോളമായി. പ്രസംഗകർ അവർക്ക് നൽകിയിരിക്കുന്ന സമയ പരിധി പാലിച്ചിരുന്നെങ്കിൽ എപ്പോഴേ വീട്ടിൽ പോകാമായിരുന്നു എന്നാണ് ഇത് പോകുന്നത്. ഞാൻ തന്നെ അത് പറയുമ്പോൾ 3 മിനിറ്റിനുള്ളിൽ എനിക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ തീർക്കണം. വളരെ ചുരുക്കി 2-3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ ബഹുനില സമുച്ചയം ഭദ്രാസന കേന്ദ്രം കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിൻ്റെ അഭിമാന സൗധമാണ്. കെട്ടിടത്തേക്കാളേറെ ഞാൻ പാലിക്കുന്നത് ഇതിൻ്റെ പിന്നിലുള്ള ഇച്ഛാശക്തിയും ലക്ഷ്യബോധവുമാണ്. കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനം ഈ സമുച്ചയം പണിതീർത്തതോടെ അതിൻ്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാനമായ ഒരു സമയം അവർ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുകയാണ്. എൻ്റെ സഹോദരനായ അഭിമന്യ മധ്യസ് വാസ്തവനെ അഭിനന്ദിക്കുന്നു. തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ഈ ഭദ്രാസനത്തിന് നേരിടുകയും ചെയ്യുന്നു. രണ്ടാമത്, 1912 കാതോലിക്ക സംസ്ഥാപനത്തിൻ്റെ നിമിഷമായിരുന്നു. 2012 മലങ്കരയിലെ കാതോലിക്ക സംസ്ഥാപനത്തിൻ്റെ ശതാബ്ദി വർഷമാണ്. എനിക്കൊരു അപേക്ഷയുള്ളത് ഇത്ര മാത്രമാണ്. നമുക്ക് ചരിത്ര നിർമ്മിതിയിൽ വളരെ കാതലായ അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ളതാണ്. നമ്മളുടെ കാതോലിക്കത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോഴും ഈ സമയത്ത് പോലും അതിനെ സംബന്ധിച്ചുള്ള ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളും കേൾക്കുമ്പോഴും ഞാൻ സങ്കടപ്പെട്ടു പോവുകയാണ്. നമുക്ക് അടിസ്ഥാനപരമായ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ദൈവശാസ്ത്രപരമായ പ്രശ്നമാണ്. മാർത്തോമായുടെ പൈതൃകമുള്ള ഈ സഭയുടെ ചരിത്രം നമ്മൾ എങ്ങനെ നിർമ്മിക്കണം എന്നുള്ള രീതിശാസ്ത്രത്തിൽ വന്നിട്ടുള്ള തെറ്റിദ്ധാരണ. സുറിയാനി സഭയുടെ ചരിത്രത്തെ അല്ലെങ്കിൽ ഈ സഭയുമായുള്ള ബന്ധത്തെയും അധിനിവേശ ശ്രമത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മലങ്കര സഭയ്ക്ക് ഒരു പുതിയ ചരിത്രം, സഭയുടെ ഒരു ചരിത്രം ഉണ്ടാകുന്നത് എക്കാലവും അർത്ഥമായിരിക്കും. അതുകൊണ്ടാണ് ഈ പുനഃസ്ഥാപനം സംസ്ഥാപനങ്ങളോടുള്ള ഈ പ്രശ്നം അത് ഏറ്റുവെച്ച് ശരിപ്പെടുത്തുവാനുള്ള നമ്മളുടെ രീതിശാസ്ത്രത്തിൽ വന്നിരിക്കുന്ന പ്രശ്നം ഇപ്പോഴും അത് തുടരുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ബൈസന്റൈൻ സഭയിലെ മിഷണറിമാരാണ് റഷ്യയിൽ സ്ഥാപിക്കുന്നതിന് വന്നത്. പക്ഷേ റഷ്യൻ സഭയുടെ ചരിത്രം പാത്രികേറ്റായി ഉയർന്നു വന്നത് അവരുടെ ചരിത്രം വായിച്ചാൽ നമ്മളുടെ ഒരു തരം അഹമരണീയ ബോധത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള ചരിത്ര നിർമ്മിതി അവിടെ ഉണ്ടായിട്ടില്ല. 1500 വർഷത്തോളം 1400 വർഷത്തോളം ഈജിപ്തിലെ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ പാത്രികേറ്റുമായി എത്യോപ്യൻ സഭയിൽ ബന്ധമുണ്ടായിരുന്നു. അവിടെ ചരിത്രം വായിച്ചു നോക്കുകയും നമ്മുടെ ചരിത്രകാരന്മാരും ദൈവശാസ്ത്രന്മാരും ഉണ്ടാക്കുന്ന അടിസ്ഥാനപരമായ ഈ ശാസ്ത്രത്തിലുള്ള സ്പെഷ്യല് നമ്മുടെ അത്രയും സാക്ഷരതയില്ലാത്ത എത്യോപ്യൻ സഭയ്ക്ക് പോലുമില്ല. അടിസ്ഥാനപരമായ പ്രശ്നമാണ്. എന്തിനാണ് മാർത്തോമാ സഭയുടെ മാർത്തോമാസിലേക്കാണ് പൈതൃകമുള്ള ഈ സഭയ്ക്ക് കാതോലിക്കത്തിന്റെ സംസ്ഥാപനം അത് ആഘോഷിക്കുവാനും അതിനെ വേറൊരു തരത്തിൽ ബന്ധിപ്പിച്ച് ഒരു പാത്രികത്തിന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ കാതോലിക്കത്തിന്റെ ചരിത്രത്തെ കുറിച്ചുള്ള നിർണയം നമ്മൾ വ്യാഖ്യാനം ഉണ്ടാക്കുന്നതിനുള്ള അപേക്ഷകൾ എത്യോപ്യൻ സഭ ഇല്ല, റഷ്യൻ സഭയിലില്ല. ഈ അടുത്ത കാലത്തായിട്ട് ഉണ്ടായിട്ടുള്ള പത്രത്തിലും ഒന്നിനുമില്ല നമുക്ക് ഈ പ്രശ്നമുണ്ട്.
ഇത് തിരുത്തണം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരം പറയാനുള്ളൂ. ഇതേക്കുറിച്ചൊരു ചർച്ച ആവശ്യമുണ്ട്. അതിപ്പോൾ ഇടമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മുടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ സംശയത്തിൽ ഇവിടെ കണ്ണനാട് ഫെസ്റ്റിന് കോളേജിലേക്ക് നിറുകയും ഈ ശബ്ദത്തെ കാണുന്നത് കെട്ടിടമായിട്ടല്ല, ഇത് നമ്മളുടെ സ്വത്വബോധത്തിൻ്റെയും സ്വയം നിർണയാവകാശത്തിൻ്റെയും തദ്ദേശീയതയുടെയും പ്രതീകമായിട്ടാണ്. കാതോലിക്കത്തിൻ്റെയും ശതാബ്ദിയുടെ ഈ സന്ദർഭത്തിൽ ഈ സംശയം ഇന്ന് ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യുവാനിടയായത് നമ്മുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തലാണ്. അത് തീർച്ചയായും അഭിനന്ദനമാക്കിക്കുന്നു. ദൈവം